എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ചാറ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സമയത്ത് നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടുള്ള എള്ളുപൊടി തയ്യാറാക്കുന്ന റെസിപ്പിയാണ്. മഴക്കാലമൊക്കെ വന്നു ഒരുപാട് അസുഖങ്ങളൊക്കെ നമ്മളെ പിടിമുറുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിനൊന്ന് കരുതിയിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇതൊരിക്കലും ഒരു മരുന്നൊന്നുമല്ല കേട്ടോ. പണ്ട് മുതലേ നമ്മുടെ അമ്മമാർ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് ഈ എള്ളു. പ്രായഭേദമന്യേ ആർക്കും കഴിക്കാവുന്ന ഒരു നല്ല റെസിപ്പിയാണ്. ഗുണത്തിലും രുചിയിലും അടിപൊളിയായിട്ടുള്ള എള്ളുപൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. എള്ളുപൊടി തയ്യാറാക്കാനായിട്ട് 200 ഗ്രാമോളം എള്ള് കഴുകി വൃത്തിയാക്കി അരിച്ച് എടുത്തു വെച്ചിരിക്കുകയാണ്, വെള്ളം വാലാൻ വെച്ചിട്ട്. അപ്പം എള്ളിനൊരു പ്രത്യേകതയുണ്ട്. എള്ള് കാരെള്ളായിരിക്കണം, അതായത് നല്ല കറുത്ത് നല്ല എണ്ണമെഴുക്കുള്ള നല്ല എള്ള്. ആ എള്ളാണ് നമ്മൾ ഫുഡിൻ്റെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ പച്ചമരുന്ന് കടയിൽ ചെന്നാൽ ചോദിച്ചപ്പോൾ അവരാണ് പറഞ്ഞത് ഏതെള്ളാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഫുഡിൻ്റെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു 2 തരം എള്ളുണ്ട്. സാധാരണ ഇച്ചിരി കളർ കുറഞ്ഞതൊക്കെ പൂജ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഫുഡിനാണെങ്കിൽ ഇത് കാരെള്ളാണെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനത്തെ എള്ള് തന്നെ എടുക്കണം, എന്നാലാണ് ഏറ്റവും ഗുണം. അപ്പോൾ ആ എള്ള് കഴുകി വൃത്തിയാക്കി അരിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് നല്ല ചൂടായി കിടക്കുന്ന പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കണം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറക്കാൻ വേണ്ടിയിട്ട്, കാരണം നന്നായിട്ടൊന്ന് ചൂടാക്കി പൊട്ടാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങ് ഓഫ് ചെയ്യാം. വെച്ച് ഇപ്പം ഞാൻ ഈ എള്ള് പൊടി ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മഴയൊക്കെ തുടങ്ങി. ഇനിയിപ്പോൾ അതും ഇതും അസുഖങ്ങളൊക്കെ വരുന്ന സമയമാണ്. അല്പം കരുതലോടെ ഇരിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് എള്ള് പൊടി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാം. നമുക്ക് എപ്പോഴും അവരുടെ പുറകെ നടന്ന് ആഹാരം കഴിപ്പിക്കാനോ നമ്മുടെ കാര്യത്തിലാണേലും ഹെൽത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇതൊന്ന് പൊടിച്ച് വെച്ച് ദിവസവും ഓരോ സ്പൂണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാ വൈറ്റമിനുകളും അതുപോലെ പ്രോട്ടീനും എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂണൊക്കെ കഴിച്ചാൽ മതി. ഒരുവിധപ്പെട്ട എല്ലാ പ്രോട്ടീനും ഇതിനകത്തുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ നല്ല ബുദ്ധിവികാസത്തിന് വളരെ നല്ലതാണ്. അതുപോലെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക്, പല്ലിനും എല്ലിനും എല്ലാം നല്ല ആരോഗ്യപ്രദമാണ് എള്ളിൻ്റെ ഉപയോഗം. എള്ള് പതുക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങി. അപ്പോൾ ഇത് എള്ള് നന്നായിട്ട് പൊട്ടണം എന്നൊന്നും ഒരു നിർബന്ധവുമില്ല. കാരണം ഏറ്റവും ഗുണങ്ങൾ അധികം പൊട്ടാതെ പച്ചയ്ക്കുള്ള എള്ള് 1 സ്പൂണൊക്കെ എന്തെങ്കിലും ആഹാരത്തിൽ ഉൾപ്പെടുത്തി അതാണ് ഏറ്റവും നല്ലത്. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അല്പം ടേസ്റ്റ് നോക്കുമല്ലോ, അതുകൊണ്ടാണ് എള്ള് നന്നായിട്ട് വറുത്തെടുക്കുന്നത്. ടേസ്റ്റൊക്കെ നോക്കി അവർ കഴിക്കുകയുള്ളൂ, അതുകൊണ്ടാണ്. അപ്പം അധികം അങ്ങനെ പൊട്ടി വല്ലാതെ ആകണമെന്നൊരു നിർബന്ധവുമില്ല. പയ്യൊന്ന് പൊട്ടി തുടങ്ങിയാൽ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ഇത് പൊടിക്കുമ്പോൾ ഇതിനകത്ത് അപ്പോൾ ഒരു ടേസ്റ്റ് വേണമല്ലോ. അപ്പം ഞാൻ നല്ല ഏലക്ക, തരിയല്ല, ഇത് വേറെ ജൈവവളങ്ങളിലൊക്കെ ഉണ്ടാക്കിയ ഏലക്കയാണ്. അപ്പം തൊലി എടുത്തുന്നോർത്തും കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഞാനതിട്ടത്. അതുപോലെ ഒരു ചെറിയ സ്പൂണിന് ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഇത് പൊടിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് വരണം അതിനാണ്. ഇതിൻ്റെ ഒപ്പം ഒന്ന് ചൂടാക്കിയിട്ട് പൊടിക്കുവാണെങ്കിൽ അതും പൊടിഞ്ഞോളും, അല്ലെങ്കിൽ അത് പച്ചയ്ക്ക് കിടക്കും. നമ്മളിത് പെട്ടെന്ന് 1-2 ദിവസം കൊണ്ട് തീരുന്ന ഒരു കാര്യമല്ല. എങ്ങനെ പോയാലും ഒരു 3 ആഴ്ചയൊക്കെ വെച്ചിരുന്നിട്ട് തീരുള്ളൂ, ഇത് കഴിച്ച് തീരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് എടുക്കുന്നത് നന്നായിരിക്കും. എള്ള് പതുക്കെ പൊട്ടാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാനിതങ്ങ് ഓഫ് ചെയ്യുകയാണ്. കറിയും ഓഫ് ചെയ്തു. ഒരു 5 മിനിറ്റ് കൂടി ഇങ്ങനെ ഇളക്കിയിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. ഇതുണ്ടോ ഈ പാകത്തിന് ഒന്നല്ല 2 പ്രാവശ്യം ക്രഷ് ചെയ്താൽ മതി. ഇത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര ഇതിൻ്റെ അകത്തേക്ക് ഇടാം. നമ്മളെടുത്തത് 200 ഗ്രാമോളം എള്ളാണ് എടുത്തത്. അപ്പം 200 ഗ്രാമിൽ താഴെ മാത്രമേ ഞാൻ ശർക്കര എടുക്കുന്നുള്ളൂ. അതും ഈ ശർക്കര ഒട്ടും കല്ലില്ലാത്ത ശർക്കരയാണ്. എന്നാലും ചെറിയതായിട്ട് ഒന്ന് ഉരുക്കിയിട്ട് നമുക്ക് 1 സ്പൂൺ വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ആ 1 സ്പൂൺ വെള്ളം വറ്റുമ്പോഴേക്കും നമുക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കാം. അപ്പം നമ്മൾ ഒഴിച്ച വെള്ളം ഏതായാലും വറ്റിയിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇരിക്കില്ല. അപ്പോൾ കുറേശ്ശെ നമുക്ക് എള്ളുപൊടി അങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. നമ്മളിത് റെഡിയാക്കുന്നതിന് മുൻപ് ഒത്തിരി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഏകദേശം ഒരു 2 സ്പൂണോളം അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ മതി, എങ്കിലും നല്ല ഇത് അരിപ്പൊടി വെള്ളം അങ്ങ് വലിച്ചെടുത്തോളൂ. 2 സ്പൂണ് ചേർക്കുന്നുള്ളൂ, അത് കൂടുതൽ ചേർക്കുന്നില്ല. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും നല്ല പൊടിയായിട്ടിരിക്കണമെങ്കിൽ ഈ വെള്ളം ഇതിനകത്തെ ശർക്കര വെള്ളമൊന്നുമില്ല എങ്കിലും ഈ അരിപ്പൊടിയും കൂടെ ചേർക്കുമ്പം എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിലും അതങ്ങ് വലിച്ചെടുത്തോളൂ, അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണേ. അപ്പോൾ കുറേ നേരം ഇങ്ങനെ ഇരിക്കുമ്പം പൊടിഞ്ഞ് ഇരുന്നോളൂ.
ഇതിപ്പോൾ നമ്മളൊരു എള്ളുപൊടി കഴിക്കുന്ന ഉദ്ദേശത്തിന് വേണ്ടി എടുത്തതല്ലേ. അപ്പോൾ അരിപ്പൊടി ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഞാനിവിടെ അല്പം മാത്രം പൊടിയാവാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്ത്, അതിൻ്റെ ആവശ്യമില്ല. എങ്കിലും അതുകൊണ്ടാണ് ഇപ്പോൾ അത് കണ്ടില്ലേ പൊടി പോലെ, ഇല്ലെങ്കിൽ ചിലപ്പോൾ കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് നല്ല പൊടിയായിട്ടിരിക്കും. ഇത് ദിവസവും ഒരു സ്പൂൺ രാവിലെ കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. ഒക്കെ കുട്ടികൾക്കും നമുക്കും ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസത്തേന് വേണ്ട പ്രോട്ടീനും വൈറ്റമിനുകളും എല്ലാം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾ ഒരുപാടൊന്നും കഴിക്കുന്നില്ലല്ലോ, മരുന്നൊന്നും അല്ലല്ലോ, നമ്മൾ സാധാരണ കഴിക്കുന്ന ഫുഡല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ദോഷം ഉണ്ടാവില്ല. ഒരു സ്പൂൺ മാത്രം കഴിച്ചാൽ മതി, 1 അല്ലെങ്കിൽ 1.5. കുട്ടികൾക്കൊക്കെ 1 സ്പൂൺ കൊടുത്താൽ മതി. നമുക്ക് 1.5, 2 വരെ കഴിക്കാമെന്നാണ് പറയുന്നത്. പല്ലുകൾക്കും എല്ലുകൾക്കും അതുപോലെ കണ്ണിന് കാഴ്ചശക്തി ഇവയ്ക്കൊക്കെ വളരെ നല്ലതാണ്. പല്ലിന് കേടൊക്കെ ഉണ്ടാവാതിരിക്കും ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ. അതാണ് മെയിനായിട്ട്. എള്ള് കഴിക്കാൻ ഡോക്ടർമാരെല്ലാം പറയുന്നു. പച്ചയ്ക്ക് ഒരു 1/2 ടീസ്പൂൺ എള്ള് ദിവസവും ചവച്ചരച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ എള്ളുപൊടി റെഡി ആയിട്ടുണ്ട്. ദിവസവും 1 സ്പൂണ് അല്ല 1.5 സ്പൂണൊക്കെ എല്ലാവർക്കും കഴിക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 1 സ്പൂൺ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.